നമുക്കിന്ന് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1/2 കിലോ ചിക്കൻ, 3 വലിയ തക്കാളി, ഒരു ചെറിയ സവാള, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഓയിൽ ആവശ്യത്തിന്, 2 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ തൈര്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, കുരു കളഞ്ഞെടുത്ത 2 പച്ചമുളക്, ഒരു അരമുറി നാരങ്ങ, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, പിന്നെ വേണ്ടത് ഒരു കഷ്ണം പട്ട, ഒരു അര കഷ്ണം ജാതിപത്രി, പിന്നെ 3 ഏലക്കായ, 2 ഗ്രാമ്പു, പിന്നെ ആവശ്യത്തിന് വെള്ളവും വേണം, ഉപ്പും വേണം. ഇത്രയാണ് നമുക്ക് ബട്ടർ ചിക്കന് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, തൈര്, ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ബട്ടറും ഒഴിക്കാം. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സ്റ്റൗവ് ചെറിയ തീയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ചിക്കൻ്റെ ചിക്കൻ ഗ്രിൽഡ് ചിക്കനിലാണ് ശരിക്കും ഇത് ചെയ്യുക. ഞാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്താണ് ചെയ്യുന്നത്. ശരിക്കും ഗ്രിൽഡ് ചിക്കൻ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അധികം മൂത്ത് പോകരുത്. ഒരു 3/4 ഭാഗം കുക്കായി വന്നാൽ മതി. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓയിലുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ്, സവാള,
വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കണേ. പിന്നെ ഇതിലേക്ക് തക്കാളി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ചുവന്ന തക്കാളി തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 3 വലിയ തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. വേവിച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം. നന്നായി വേവട്ടെ. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെക്കാം. അതിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഒരു 1/4 ഭാഗം കൂടി കുക്കായി വരാനുണ്ട്. ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചെടുത്തതാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീമാണിത്. കുക്കിംഗ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ, ഭട്ടൂരൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.